പ്രദീപ് ഏറെ സമയം മന്ത്രി അവിടെ കാത്തു നിന്നിരുന്നു. അവസാന നിമിഷവും ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാരണങ്ങൾ ഈ അനുമതി നിഷേധിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടോ അതോ ഔദ്യോഗിക നടപടിക്രമങ്ങളിലെ പാളിച്ചകളാണോ? എന്താണ് കൃത്യമായി അറിയാൻ കഴിയുന്നത്? കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുന്നതിന് വേണ്ടി വൈകിട്ട് 7:45 മണിയോട് കൂടിയാണ് ആരോഗ്യമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ലഭിക്കാൻ ഇടയില്ല എന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് വിവിധ തലങ്ങളിൽ കേന്ദ്ര അനുമതിക്ക് വേണ്ടി ശ്രമിച്ചു എങ്കിൽ തന്നെ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ട് 10 മണിയോട് കൂടിയാണ് യാത്ര പോകുന്നില്ല അല്ലെങ്കിൽ യാത്ര റദ്ദാക്കാൻ ആരോഗ്യമന്ത്രി തീരുമാനിച്ചത്. തുടർന്നാണ് അവർ ഇൻ്റർനാഷണൽ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. അതേസമയം ഇതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരമൊരു ദുരന്തവേളയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല. ദുരന്തത്തിന് ഇരയായ ആളുകളെ സംസ്ഥാന സർക്കാർ ഇരുകൈകളും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിനിധി എന്നുള്ള നിലയിലാണ് താൻ കുവൈറ്റിലേക്ക് പോകാൻ ശ്രമിച്ചത്. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ മലയാളികൾക്കിടയിൽ നിന്നുകൊണ്ട് കൂടുതൽ ഏകോപിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഈ യാത്ര മുടങ്ങിയിരിക്കുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്തായിരുന്നാലും കേന്ദ്ര അനുമതി ലഭിക്കാതെ മന്ത്രിക്ക് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ യാത്ര റദ്ദാക്കി അവർ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 23 മലയാളികളുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ 8:30 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. വ്യോമസേനയുടെ ഹെർക്കുലിസ് പ്രത്യേക വിമാനത്തിലായിരിക്കും ഇവിടെ എത്തിക്കുക. മലയാളികളുടെ മൃതദേഹങ്ങൾ മാത്രമാണോ എത്തിക്കുക, അതോ അടുത്തുള്ള സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ കൂടി കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. മലയാളികളുടെ മൃതദേഹങ്ങൾ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി ഏറ്റുവാങ്ങും. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ പി രാജീവ്, കെ രാജൻ, കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുണ്ടാകും. നെടുമ്പാശ്ശേരിയിലെത്തുന്ന മൃതദേഹങ്ങൾ മറ്റ് നടപടികൾ എല്ലാം പൂർത്തിയാക്കി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 25 ആംബുലൻസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതത് ജില്ലകളിലെ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.